പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമുണ്ടായ ഒരു വിവാദം നമുക്കറിയാം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നാണ്. കാരണം കെഎസ്ആർടിസിയിൽ ജീവനക്കാർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു പണിമുടക്കിൽ കെഎസ്ആർടിസി പങ്കുകൊള്ളുന്നില്ല, അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടേ ഇല്ല എന്ന് ഗണേഷ് കുമാർ ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് പല ഇടതുപക്ഷ നേതാക്കളും അതിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ മന്ത്രിയുടെ വാക്കുകേട്ട് കെഎസ്ആർടിസി സർവീസുമായി ഇറങ്ങിയ പലരും നിരത്തിൽ അതിന്റെ തിക്തഫലം അനുഭവിച്ച കാഴ്ചയും നമ്മൾ ഇന്ന് കണ്ടതാണ്. എങ്ങനെയാണ് ഗണേഷ് കുമാറിന്റെ ആ ഒരു പ്രസ്താവനയും പിന്നീടുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തെയും കാണുന്നത്? മന്ത്രിക്ക് മന്ത്രിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം, അത് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമാണ്. അതിനൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. മന്ത്രി പറഞ്ഞതിന് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അതിന് തക്കതായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ തിക്താനുഭവങ്ങളാണ് ഇന്ന് സ്വാഭാവികമായിട്ട് സംസ്ഥാനത്തൊക്കെ നമ്മൾ കണ്ടത്. ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ മൗലികമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഇവിടെ തൊഴിൽ മേഖലയിൽ ഇന്ന് സ്ട്രെസ് സ്ട്രെയിനും ഇല്ലാത്ത അന്തസ്സായിട്ട് മര്യാദയ്ക്ക് മാന്യമായിട്ട് ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് ശ്രീ വിജയ് ജോസഫ്. അതായത് ഒരു മന്ത്രി കെഎസ്ആർടിസി പോലെ ഒരു പൊതുഗതാഗതത്തിന്റെ മന്ത്രി പറയുകയാണ് എന്റെ ജീവനക്കാർക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി പറയുകയാണ്. അത് കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്കത് നോട്ടീസ് ചെയ്യാതെ പോകാൻ കഴിയുന്നത്? അങ്ങനെ ഒരു മന്ത്രിക്കൊന്നും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊരു മന്ത്രിക്ക് ഇവിടെ പറയാൻ കഴിയത്തില്ല. അങ്ങനെ പറയാൻ ചങ്കുറ്റുള്ളൊരു മന്ത്രിയൊന്നുമില്ല. ആ മന്ത്രി സ്വാഭാവികമായിട്ടും ഇത്തരം വിവാദപരമായ പ്രസ്ഥാനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ്. അത് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളത് അറിയില്ല. ഏതായാലും വളരെ നിർഭാഗ്യകരമായ പ്രസ്താവനയാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു വിഷയം, തൊഴിൽ നിയമങ്ങൾ, ഈ പണിമുടക്കുകൾ ഉണ്ടാകത്തില്ല, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമോ? അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ചോദ്യം. അതുപോലെ തന്നെ സുപ്രീം കോടതിയും മറ്റു വിവിധ ഹൈക്കോടതികളും പ്രഖ്യാപിച്ചിട്ടുള്ള വിധിന്യായങ്ങൾ ഇവിടെ തൊഴിലാളികൾക്ക് നടപ്പിലാക്കാൻ കഴിയുമോ? അത് നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം.